ഡിയേഴ്സ്, ടീച്ചർ ഇന്ന് വന്നിരിക്കുന്നത് 7th സ്റ്റാൻഡേർഡിലെ ഇംഗ്ലീഷ് ആണ്. അതിലെ യൂണിറ്റ് 5 ദ ലോൺലി ബോയ് എടുത്തു അല്ലേ. ഇനി അടുത്ത എന്താണ് ദ ബോയ് ആൻഡ് ദ ബലൂൺ എന്ന് പറഞ്ഞ ഈ ഭാഗമാണ് ടീച്ചർ എടുക്കുന്നത് കേട്ടോ. ദ ബോയ് ആൻഡ് ദ ബലൂൺ. അപ്പൊ അതിന്റെ മുന്നേ മുകളിൽ തന്നിരിക്കുന്ന ആ സെന്റൻസ് നമ്മൾ നോക്കാം. ലെറ്റ്സ് റീഡ് അബൌട്ട് അനദർ ലോൺലി ബോയ് ഹു അപ്പിയേഴ്സ് ഇൻ ദ ഫിലിം ദ റെഡ് ബലൂൺ. എന്താണ് ഇവിടെ നമുക്ക് വേറൊരു ലോൺലി ബോയിനെ കുറിച്ച് നമുക്ക് വായിക്കാം. അവരെന്താണ് ഈ ഫിലിമിലൊക്കെ അല്ലേ പ്രത്യക്ഷപ്പെടുന്ന അല്ലെ. ദ റെഡ് ബലൂൺ എന്താണ് പേര്? റെഡ് ബലൂൺ. ഇൻ ദ ഫിലിമിലുള്ളതാണ് കേട്ടോ. അപ്പൊ അതൊക്കെ ദ ബോയ് ആൻഡ് ദ ബലൂൺ അല്ലെ. സീൻ 1 അല്ലെ, സീൻ 1 ആണ് ഇത് അല്ലെ. എ സ്ട്രീറ്റ് എന്താണ് എവിടെയാണ്? സ്ട്രീറ്റിലാണ് അല്ലെ. സ്ട്രീറ്റ് പറഞ്ഞാല് തെരുവില്. എ ബോയ് ഓഫ് അബൌട്ട് 7 years is seen walking. There is a dog on the pavement. എന്താണ് ഒരു ബോയ് അല്ലെ. എന്താ കുട്ടിക്ക് എത്ര ഉണ്ട്? 7 വയസ്സുണ്ട് അല്ലെ. അവനെ കണ്ട 7 വയസ്സുണ്ട്. അങ്ങനെ നടക്കുകയാണ് അല്ലെ. അവിടെ there is a dog on the pavement. പേയ്മെന്റിന് അർത്ഥം ഞാൻ നേരത്തെ പറഞ്ഞു തന്നിരുന്നു അല്ലെ. മറ്റേ ലോൺലി ദ ബോയില് എന്താണ് ഞാൻ പറഞ്ഞു തന്നിരുന്നു. എന്താ പേയ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ലോൺലി ചൈൽഡിൽ ഞാൻ പറഞ്ഞു തന്നത് പേയ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? നടപ്പാത അല്ലെ, നടക്കുന്ന വഴി അല്ലെ. നടക്കുന്ന, അതായത് റോഡ് സൈഡിലൊക്കെ നമുക്ക് നടപ്പാത ഉണ്ടാവും, അതിനാണ് പേയ്മെന്റ് എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ എന്താണ് ഈ കുട്ടി ഇങ്ങനെ നടക്കുകയാണ് അല്ലെ. അപ്പൊ അവിടെ എന്താ ഒരു ഡോഗ് അവിടെ എന്താണ് അവിടെ ഉണ്ട് അല്ലെ. ദ ബോയ് ബെൻസ് ഡൗൺ ആൻഡ് പെറ്റ്സ് ദ ഡോഗ്. അപ്പൊ കുട്ടി എന്താക്കി? ആ ബോയിനെ എന്താക്കി? ബോയ് എന്താക്കി? ഇങ്ങനെ വളഞ്ഞിട്ട് ആ കുട്ടി ഡോഗിനെ ഇങ്ങനെ തലോടി അല്ലെ. he then goes down a flight of steps and disappears from view. പിന്നെ അവൻ എന്താക്കി? അവിടുന്ന് നടന്നു അല്ലെ, സ്റ്റെപ്പ് ഇറങ്ങിപ്പോയി. ഒരു ഈ സ്റ്റെപ്സിന്റെ കൂട്ടത്തിന് ഫ്ലൈറ്റ് ഓഫ് സ്റ്റെപ്സ് എന്നാട്ടോ പറയാ. അത് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പൊ ഫ്ലൈറ്റ് ഓഫ് സ്റ്റെപ്സ് അല്ലെ, സ്റ്റെപ്പുകൾ ഇറങ്ങി അങ്ങ് പോയി. ആൻഡ് ഡിസപ്പിയേഴ്സ് ഫ്രം വ്യൂ. എന്നിട്ട് എന്താക്കി? നമ്മളെ വ്യൂയിൽ നിന്ന് ആ കുട്ടിയെ കാണാതായി അല്ലെ. ആ കുട്ടി അങ്ങ് സ്റ്റെപ്പ് ഇറങ്ങിപ്പോയി. Now the boy is seen coming down the long flight of steps. ഇനി വരുന്നത് കുട്ടി എങ്ങനെ വരുന്നത്? കുറേ എന്താ സ്റ്റെപ്പുകളുള്ള അല്ലെ, ഒരുപാട് സ്റ്റെപ്പുകളുള്ള സ്ഥലത്ത് നിന്ന് ഇങ്ങനെ ഇറങ്ങി വരികയാണ് അല്ലെ. ഹോൾഡിങ് എ സ്മോൾ ബാഗ്. എന്താണ്? അവന് ഒരു ബാഗ് പിടിച്ചിട്ടുണ്ട് അല്ലെ. സംതിങ് ക്യാച്ചസ് ഹിസ് അറ്റൻഷൻ ആൻഡ് ഹി ലുക്സ് അപ്പ്. അപ്പൊ അങ്ങനെ ഇറങ്ങി വരുമ്പോ അവനെന്തോ അവന്റെ ഈ ശ്രദ്ധ എന്തിനോ ഒന്ന് പിടിച്ചു പറ്റി അല്ലെ. അവൻ എന്താക്കി? മുകളിലേക്ക് ഇങ്ങനെ നോക്കി. ഹി സ്റ്റോപ്സ് ബൈ എ ലാമ്പ് പോസ്റ്റ്. അവരെന്താക്കി? ഇങ്ങനെ നടന്ന് ഇങ്ങനെ മേലോട്ട് ഇങ്ങനെ നോക്കല്ലേ. എന്നിട്ട് എന്താക്കി? ലാമ്പ് പോസ്റ്റ് ഉണ്ട് അവിടെ നിന്ന്. എന്താണ്? ഇലക്ട്രിസിറ്റി പോസ്റ്റ് ഇല്ലേ, എന്താണ് വിളക്കൊക്കെ ഉള്ള ബൾബൊക്കെ ഉള്ള ആ പോസ്റ്റിന്റെ അവിടെ ഇങ്ങനെ നിന്നു. ലുക്സ് അപ്പ് അഗെയിൻ. പിന്നെ അവന് മേലോട്ടേക്ക് നോക്കി അല്ലെ. ലുക്സ് ടു ദ റൈറ്റ് ആൻഡ് ലെഫ്റ്റ്. പിന്നെ അവൻ എന്താക്കി? ആദ്യം മുകളിലേക്ക് നോക്കി, പിന്നെ റൈറ്റിലേക്ക് നോക്കി, പിന്നെ ലെഫ്റ്റിലേക്ക് നോക്കി അല്ലെ. റൈറ്റ് എന്താണ്? റൈറ്റിലേക്ക് നോക്കുക പറഞ്ഞാൽ വലതുവശത്തേക്ക്, ലെഫ്റ്റ് പറഞ്ഞാൽ ഇടതുവശത്തേക്ക് അല്ലെ. ടു മേക്ക് ഷുവർ ദർ ഇസ് നോബഡി അറൌണ്ട്. അപ്പൊ അവനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കിയിട്ട് ആരും ഇല്ലാന്ന് ഉറപ്പ് വരുത്തുകയാണ് അല്ലെ. ഹി പുട്ട്സ് ഡൗൺ ദ ബാഗ് ആൻഡ് ക്വിക്ലി ക്ലൈംസ് ദ പോസ്റ്റ്. അവൻ എന്താക്കി? അവന്റെ കയ്യിലുള്ള ബാഗ് എടുത്ത് താഴെ വെച്ചിട്ട് എന്താക്കി? അവൻ പെട്ടെന്ന് ആ പോസ്റ്റിലേക്ക് വലിഞ്ഞു കയറി. ഓൺ ദ ടോപ്പ് ഓഫ് ദ പോസ്റ്റ്. പോസ്റ്റിന് മുകളിൽ കോട്ട് ഇൻ ദ റോഡ്. എന്താണ് അവിടെ ഒരു എന്താണ് കയറില് എന്താന്ന് പിടിച്ചു നിൽക്കുന്നുണ്ട് അല്ലെ. ദാറ്റ് ഹോൾസ് എ ലാമ്പ് ഇസ് എ ബിഗ് ബലൂൺ. അവിടെ എന്താണ് അവിടെ ഉള്ളത്? ഒരു ബിഗ് ബലൂൺ ഉണ്ട് അല്ലെ. ദ ബോയ് ഫ്രീസ് ഇറ്റ്. ബോയ് എന്താണ് അവിടെ എന്താണ് കുടുങ്ങി കിടക്കുകയാണ് ഈ ബിഗ് ബലൂൺ അല്ലെ. അപ്പൊ ഈ ബോയ് എന്താക്കി? അതിന്റെ മുകളിൽ കയറിയിട്ട് ആ ബലൂണിനെ എന്താക്കി? ഫ്രീ ആക്കി അല്ലെ. ഹോൾഡിംഗ് ദ സ്ട്രിങ് ഓഫ് ദ ബലൂൺ ബിറ്റ്വീൻ ഹിസ് ടീത്ത്. എന്താക്കി? അവൻ ഫ്രീ ആക്കിയിട്ട് അവൻ എന്താക്കി? ആ ബലൂണിന്റെ കയറ് അവന്റെ പല്ലുകൾക്കിടയിൽ കടിച്ചു പിടിച്ചിട്ട് അവൻ താഴോട്ടേക്ക് ഇറങ്ങി. ആൻഡ് ദ ബാഗ് ഇൻ ഹിസ് റൈറ്റ് ഹാൻഡ്. എന്താണ്? അവന്റെ റൈറ്റ് ഹാൻഡിൽ ബാഗും ഉണ്ട് അല്ലെ. ഹി വാക്സ് ഡൗൺ ദ സ്റ്റെപ്സ്. പിന്നെ അവൻ എന്താക്കി? അവൻ നടന്ന് സ്റ്റെപ്പ് ഇറങ്ങി. ഇനി അടുത്ത സീനാണ് കേട്ടോ പറയുന്നത്. അനദർ പാർട്ട് ഓഫ് ദ സ്ട്രീറ്റ്. അപ്പൊ അതിന്റെ മുന്നേ നമുക്ക് ഈ ക്വസ്റ്റ്യൻ നോക്കാം. ദ ബോയ് loves animals. Pick out an instance from this passage to support the statement. ഈ ബോയ്ക്ക് ആനിമൽസിന് ഇഷ്ടമാണ്. അപ്പൊ അങ്ങനത്തെ ഒരു ഇൻസ്റ്റൻസ് ഈ പാസേജിൽ ഇവിടെ ഉണ്ട്. ആ സ്റ്റേറ്റ്മെന്റ് സപ്പോർട്ട് ചെയ്യുന്ന ഒരു പാസേജ് ഇവിടെ ഉണ്ട് അല്ലെ. അതേതാണ്? ഇവിടെ തന്നെ പറയുന്നുണ്ട് അല്ലെ. ദ ബോയ് ബെൻസ് ഡൗൺ ആൻഡ് പെറ്റ്സ് ദ ഡോഗ് അല്ലെ. അതായത് അടുത്ത് നോക്കിയേ. ഹൗ ഡു യു ഷോ യുവർ ലവ് ഫോർ യുവർ പെറ്റ്സ്. നിങ്ങൾ നിങ്ങളുടെ പെറ്റ്സിനെ എങ്ങനെയാണ് സ്നേഹിക്കല്? എങ്ങനെയാണ് അതിനെ പരിചരിക്കൽ? എങ്ങനെയാണ്? അത് എഴുതുക. ഓക്കെ. വൈ ഡസ് ദ ബോയ് മേക്ക് ഷുവർ ദാറ്റ് നോബഡി വാസ് അറൌണ്ട് ബിഫോർ ക്ലൈംബിംഗ് അപ്പ് ദ ലാമ്പ് പോസ്റ്റ്. എന്തുകൊണ്ടാണ് ഈ കുട്ടി ഈ പോസ്റ്റിന്റെ മേലെ കയറുന്നതിന് മുന്നേ അവിടെ ആരും ഇല്ല എന്ന് ഉറപ്പ് വരുത്തി? എന്തുകൊണ്ടായിരിക്കും? എഴുതുക. ഓക്കെ. ദെൻ സീൻ 2 രണ്ടാമത്തെ സീനാണ് കേട്ടോ. സീൻ 1 പറഞ്ഞു, ഇനി സീൻ 2.
Another part of the street. ഇനി എന്താണ് വേറൊരു സ്ട്രീറ്റിന്റെ വേറൊരു പാർട്ടിലാണ് അല്ലേ സ്ട്രീറ്റിന്റെ വേറൊരു ഭാഗമാണ്. The boy walks along the footpath of a busy street with the balloon string in his left hand and the bag in his right. എന്താണ് ഈ കുട്ടി അപ്പൊ എന്താണ് ഈ ബിസി സ്ട്രീറ്റിലൂടെ ഭയങ്കര തിരക്കേറിയ സ്ട്രീറ്റ് തെരുവിലൂടെ കുട്ടി ഇങ്ങനെ നടക്കുകയാണ് ഫുട്പാത്തിലൂടെ അല്ലെ എന്താണ് നടപ്പാതയിലൂടെ ഇങ്ങനെ നടക്കുകയാണ് അല്ലെ എന്താണ് അവന്റെ കയ്യിൽ ബലൂൺ ഉണ്ട് അല്ലെ അവന്റെ ബലൂണിന്റെ ഒരു കയറ് എന്താണ് അവന്റെ ലെഫ്റ്റ് ഹാൻഡിലും പിന്നെന്താണ് ബാഗ് അവന്റെ റൈറ്റ് ഹാൻഡിലും ഉണ്ട് അല്ലെ ആൻഡ് ഓൾഡ് വുമൺ ടേൺസ് ടു ലുക്ക് അറ്റ് ഹിം അമ്യൂസ്ഡ് അപ്പൊ ഒരു വയസ്സായ ഒരു എന്താണ് ഓൾഡ് വുമൺ എന്താക്കി അവനെ ഞാൻ തിരിഞ്ഞു ഞാൻ നോക്കി അല്ലെ ദ ബോയ് സ്റ്റാൻഡ്സ് എമിഡ്സ് എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ വെയിറ്റിംഗ് ഫോർ എ ബസ് എമിഡ്സ് എന്ന് പറഞ്ഞാൽ എന്താ ഇടയിൽ കേട്ടോ എമിഡ്സ് എന്ന് പറഞ്ഞാൽ ഇടയിൽ നേരത്തെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് അല്ലെ അപ്പൊ എമിഡ്സ് എന്ന് പറഞ്ഞാൽ ഇടയിൽ ദ ബോയ് സ്റ്റാൻഡ്സ് ബോയ് അവിടെ നിന്ന് അല്ലെ എമിഡ്സ് എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ വെയിറ്റിംഗ് ഫോർ എ ബസ് കാത്തുക്കുന്ന ആൾക്കാരെ ഗ്രൂപ്പിന്റെ ഇടയിൽ ആ കുട്ടി ഇങ്ങനെ നിന്നു അല്ലെ വെൻ ദ ബസ് കംസ് ബസ് വന്നപ്പോ ദ പാസഞ്ചർ ബോർഡ് ത്രൂ ദ സ്മോൾ ഡോർ അറ്റ് ദ റിയർ ആൻഡ് ദ ബോയ് ട്രൈസ് ടു ഗെറ്റ് ഇൻ വിത്ത് ദം അല്ലെ എന്താണ് ബസ് വന്നപ്പോൾ എന്താ പാസഞ്ചേഴ്സ് എല്ലാവരും കൂടി ആ ചെറിയ ഡോറിലൂടെ അകത്തേക്ക് കയറി അല്ലെ ആ ബോയും എന്താക്കി അവരുടെ കൂട്ടത്തിൽ കയറാൻ ശ്രമിച്ചു അല്ലെ but the conductor points to the balloon in the boy's hand and prevents him from getting in എന്താ പറഞ്ഞിരിക്കുന്നത് ആ കണ്ടക്ടർ എന്താ പറഞ്ഞത് എന്താ ഇവിടെ but the conductor points to the balloon ബലൂണിനെ ചൂണ്ടിക്കാട്ടിട്ട് പറഞ്ഞു ബോയ്സിന്റെ ഹാൻഡിലുള്ള അല്ലെ ആ കുട്ടീന്റെ കയ്യിലുള്ള ബലൂണിനെ ചൂണ്ടിക്കൊട്ടിട്ട് പറഞ്ഞു എന്താ prevents him from getting in അത് കാരണമെങ്കിൽ അതിനെ ഒഴിവാക്കാൻ പറഞ്ഞില്ലേ the boy is disappointed boy ഭയങ്കര വിഷമത്തിലായി അല്ലേ he stares at the bus moving away as the balloon on the string swings like a pendulum in his hand അവൻ ഇങ്ങനെ ബസ് പോകുന്നു ഇങ്ങനെ നോക്കി നിന്നില്ലേ ബലൂണും പിടിച്ചോണ്ട് അല്ലേ ഈ ബലൂൺ എന്താക്കി ഒരു പെൻഡുലം പോലെ അവന്റെ കയ്യിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ആടി കളിച്ചു അല്ലെ പാറി കളിച്ചു എന്നുള്ളതാണ് ഓക്കെ then why doesn't the conductor allow the boy to get into the bus എന്തുകൊണ്ടാണ് കണ്ടക്ടർ അലോ ചെയ്യാഞ്ഞത് ആ കുട്ടിയെ ആ ബസ്സിൽ കയറ്റാന് എന്തുകൊണ്ടായിരിക്കും ബലൂൺ ഉണ്ടായതുകൊണ്ട് അല്ലെ the boy breaks into a run അങ്ങനെ ബോയ് എന്താക്കി ഓടാൻ തുടങ്ങി അവന് സ്കൂളിൽ തുടങ്ങിയല്ലോ holding the balloon in his right hand and the bag in his left എന്താണ് റൈറ്റ് ഹാൻഡിൽ ബലൂണും പിന്നെ അതുപോലെ ബാഗ് ലെഫ്റ്റ് ഹാൻഡിലും പിടിച്ച് അവൻ എന്താക്കി ഓടാൻ തുടങ്ങി അല്ലെ two pedestrians turn to look at him എന്താ pedestrians എന്ന കാൽനട യാത്രക്കാർ അല്ലെ രണ്ട് കാൽനട യാത്രക്കാർ എന്താക്കി അവനെങ്ങനെ നോക്കി അല്ലെ the boy runs along the pavement and stops before a thick polished door on the street അങ്ങനെ ബോയ് എന്താക്കി ഓടുകയാണ് അല്ലെ പേയ്മെന്റിലൂടെ അല്ലെ നടപ്പാതയിലൂടെ അങ്ങനെ ഓടുകയാണ് എന്നിട്ട് പിന്നെ എന്താണ് അവനെവിടെ നിന്നത് ഒരു സ്ട്രീറ്റിലുള്ള പോളിഷ്ഡ് ഡോറിൽ നല്ല പോളിഷ് ചെയ്ത ഡോറിന്റെ മുന്നിൽ നല്ല തിക്കായിട്ട് പോളിഷ് ചെയ്ത ഡോറിന്റെ മുന്നിൽ അവന് നിന്നു അല്ലെ he knocks at the door അവൻ എന്താക്കി ആ ഡോറ് തട്ടി and then reaches for calling bell on the wall എന്താണ് അവന് തട്ടിയിട്ട് പിന്നെ എന്താ കോളിംഗ് വാളിലുള്ള കോളിംഗ് ബെല്ലിലേക്ക് ഇങ്ങനെ ഏന്തി വലിഞ്ഞില്ലേ when the door opens he goes in അപ്പൊ ഡോർ തുറന്നപ്പോൾ അവൻ ഉള്ളോട്ട് കയറി അല്ലെ a signboard says it is a public school for boys അപ്പൊ അവിടെ ഒരു സൈൻ ബോർഡ് ഉണ്ട് അല്ലെ അതെന്താണ് ഒരു സ്കൂളാണ് അല്ലെ സ്കൂൾ ഫോർ ബോയ്സിന്റെ സ്കൂളാണിത് അല്ലെ then അടുത്തത് എന്താണ് സീൻ 3 ആണ് അല്ലെ the school yard എന്താ സ്കൂൾ മുറ്റം അല്ലെ a man is seen sweeping the yard ഇനി എന്താണ് ഒരു മാൻ എന്താണ് അവിടെ മുറ്റത്ത് അല്ലെ യാർഡ് എന്താണ് അവിടെ മുറ്റത്ത് എന്താണ് അവിടെ അടിച്ചു വാരുകയാണ് അല്ലെ holding the balloon by the string the boy walks up to him അപ്പൊ ഈ ബലൂണ് പിടിച്ചോണ്ട് ഈ ബലൂണിന്റെ നൂലിനെ പിടിച്ചോണ്ട് ബോയ് എന്താക്കി അയാളുടെ അടുത്തേക്ക് നടന്നു അല്ലെ the boy പറയാണ് could you hold my balloon നിങ്ങൾക്ക് എന്റെ ബലൂൺ പിടിച്ചൂടെ ചോദിച്ചില്ലേ പിടിക്കുമോന്ന് ചോദിച്ചില്ലേ the sweeper obliquely takes the balloon and holds it അപ്പൊ എന്താണ് ആ സ്വീപ്പർ എന്താക്കി അടിച്ചു വരുന്ന ആൾ എന്താക്കി അനുസരണയോടെ എന്താക്കി ആ ബലൂൺ ഇങ്ങനെ പിടിച്ചില്ലേ the boy പറയാണ് please don't let it go എന്താണ് അതിനെ പോകാൻ അനുവദിക്കരുത് അല്ലെ അതിനെ വിട്ട് കളയരുത് എന്നാണ് ബോയ് പറഞ്ഞത് അല്ലെ he starts running towards his classroom അപ്പൊ എന്നിട്ട് എന്താക്കി അവന്റെ ക്ലാസ് റൂമിലേക്ക് അവൻ ഓടാൻ തുടങ്ങി അല്ലെ a teacher appears at the window on the upper floor of the building അപ്പൊ ടീച്ചറിനെ അവിടെ കണ്ടു അല്ലെ എന്താണ് ഈ ബിൽഡിങ്ങിന്റെ മുകളിലത്തെ നിലയിൽ ടീച്ചറിനെ അവിടെ പ്രത്യക്ഷപ്പെട്ടു he looks at the boy and the sweeper അപ്പൊ അവരെന്താണ് ആ ടീച്ചർ
എന്താണ് ബോയിനെയും ആ സ്വീപ്പറിനെയും ഇങ്ങനെ നോക്കിയില്ലേ. ആൻഡ് ജോട്ട്സ് ഡൗൺ സംതിങ് ഇൻ ഹിസ് നോട്ട്. എന്നിട്ട് എന്താണ് ആ നോട്ട്ബുക്കിൽ എന്താക്കി അയാൾ എന്തോ എഴുതി വെച്ചു, കുറിക്കുക എന്നുള്ളതാണ് കേട്ടോ. ദെൻ ഇവിടെ നോക്കുക, കണ്ടക്ടർ അവനോട് എന്താണ് കമന്റ് ഓൺ ദ ആറ്റിറ്റ്യൂഡ് ഓഫ് ദ കണ്ടക്ടർ. അപ്പൊ കണ്ടക്ടർ ആറ്റിറ്റ്യൂഡ് ആ ബിഹേവിയർ എങ്ങനെയാണെന്ന് കമന്റ് ചെയ്യുക കേട്ടോ നിങ്ങൾ. ദെൻ 6th ക്വസ്റ്റ്യൻ എന്താണ്, ദ ബോയ് ഹാസ് ടു വാക്ക് ഓൾ ദ വേ ടു സ്കൂൾ ബട്ട് ഹി ഈസ് നോട്ട് റെഡി ടു ലീവ് ദ ബലൂൺ. അവന് സ്കൂളിൽ പോകുന്ന വഴിക്കൊക്കെ എന്താണ് അവന് നടന്നോണ്ടാ പോയത് അല്ലെ, പക്ഷെ അവൻ എന്താണ് ബലൂൺ ഒഴിവാക്കാൻ അവൻ തയ്യാറായില്ല. വാട്ട് ഡു യു തിങ്ക് ഈസ് ദ റീസൺ ഫോർ ദ ബോയ്സ് ഹെസിറ്റേഷൻ ടു ലീവ് ദ ബലൂൺ? അപ്പൊ നിങ്ങൾ എന്താ ചിന്തിക്കുന്നത്, എന്തുകൊണ്ടായിരിക്കും കുട്ടി ആ ബലൂൺ ഒഴിവാക്കാൻ കഴിയാത്തത്? ബോയിന്റെ എന്തുകൊണ്ടാണ് ആ ബലൂൺ ഒഴിവാക്കാൻ കഴിയാഞ്ഞത്, എന്തുകൊണ്ടാണ് കുട്ടി ഒഴിവാക്കാത്തത് എന്ന്. ഓക്കെ, അത് എഴുതുക. ഈസ് ദ സ്വീപ്പർ ഫ്രണ്ട്ലി വിത്ത് ബോയ്? എന്താണ് ഈ സ്വീപ്പർ ആ ബോയുമായിട്ട് ഫ്രണ്ട്ലി ആണോ? പിക്ക് ഔട്ട് ദ ആൻസർ. എന്താണ് ആ ആൻസർ ഇതെന്ന് നോക്കിയിട്ട് എഴുതുക. ഓക്കെ, ദെൻ സെന്റൻസ് ഈ നിർത്തി എഴുതുക കേട്ടോ. ദെൻ അടുത്ത 8ാമത്തെ നോക്കിയാൽ, വാട്ട് മേ ഹാവ് ദ ടീച്ചർ ജോട്ടഡ് ഡൗൺ ഇൻ ഹിസ് നോട്ട്ബുക്ക്? എന്തായിരിക്കും ടീച്ചർ അതിൽ കുറിച്ച് വെച്ചിട്ടുണ്ടാവുക? ഈ നോട്ട്ബുക്കിൽ എന്തായിരിക്കും അയാൾ എഴുതിയിട്ടുണ്ടാവുക? ഡു യു തിങ്ക് ദ ബോയ് വിൽ ബി പണിഷ്ഡ് ബൈ ദ ടീച്ചർ? നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ടീച്ചർ എന്താണ് ഈ ബോയിനെ പണിഷ് ചെയ്യുന്നു നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എന്താണെന്നുള്ളത് നിങ്ങൾ ഇവിടെ എഴുതുക കേട്ടോ. ദ ബോയ് റൺസ് ടുവാർഡ്സ് ദ ക്ലാസ് റൂം. എന്താക്കി ബോയ് എന്താ ക്ലാസ് റൂമിലേക്ക് ഓടി അല്ലേ. ഹി പുഷസ് ഓപ്പൺ ദ ഡോർ ആൻഡ് ഗോസ് ഇൻ. അവൻ എന്താക്കി ആ ഡോറ് തള്ളി തുറന്ന് അകത്തേക്ക് കയറി. ഓക്കെ, ഈ സീൻ 4 ആണ് കേട്ടോ. അടുത്തത്, ദ സ്ട്രീറ്റ് ഇൻ ഫ്രണ്ട് ഓഫ് ദ സ്കൂൾ. എന്താണ് സ്കൂളിന്റെ മുന്നിലുള്ള സ്ട്രീറ്റ് ആണ് കേട്ടോ. A woman holding an umbrella is seen waiting before the school door. എന്താണ് ഒരു വുമൺ ഉണ്ട് അല്ലെ, ഒരു ഓപ്പൺ അംബ്രല്ല അല്ലെ, തുറന്നു കിടക്കുന്ന ഒരു അംബ്രലയും പിടിച്ചിട്ട് എന്താണ് ആ സ്കൂളിന്റെ മുന്നിൽ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് അല്ലെ. ദ ഡോർ ഓപ്പൺസ് ആൻഡ് ചിൽഡ്രൻ റഷ് ഔട്ട്. എന്താക്കി ഡോർ തുറന്നതും എന്താണ് കുട്ടികളെല്ലാരും കൂടി പുറത്തിറങ്ങി അല്ലെ. വൺ ഓഫ് ദ ബോയ്സ് ടേക്സ് ഹെർ ഹാൻഡ് ആൻഡ് ദേ വാക്ക് അവേ. അതിൽ ഒരു കുട്ടി എന്താക്കി ആ വുമന്റെ കൈ പിടിച്ചിട്ട് അവര് നടന്നു പോയി അല്ലെ. ദ ബോയ് വിത്ത് ദ ബലൂൺ കംസ് ഔട്ട് ആഫ്റ്റർ എ ഫ്യൂ മൊമെന്റ്സ് ആൻഡ് റൺസ് ഇൻ ടു ദ സ്ട്രീറ്റ്. ഇറ്റ്സ് ഡ്രിസ്ലിംഗ് അല്ലെ. എന്താണ് ഈ one of the boy with the balloon comes out അല്ലെ. ആഫ്റ്റർ എ ഫ്യൂ മൊമെന്റ്സ്, കുറച്ച് കഴിഞ്ഞപ്പോ എന്താണ് ഈ ബലൂണും കൊണ്ട് ഒരു ബോയ് എന്താക്കി ആ ബോയ് തന്നെ പുറത്തേക്ക് വന്നു അല്ലെ. എന്നിട്ട് എന്താക്കി റൺസ് ഇൻ ടു ദ സ്ട്രീറ്റിലേക്ക് ഓടി അല്ലെ. ഇറ്റ്സ് ഡ്രിസ്ലിംഗ്. എന്താണ് അവിടെ ചാറ്റൽ മഴ ഉണ്ടായിരുന്നു കേട്ടോ. ഡ്രിസ്ലിംഗ് എന്ന് പറഞ്ഞാല് ചാറ്റൽ മഴ. ഓക്കെ, ദെൻ ദ ബോയ് ഡസ് നോട്ട് വാണ്ട് ദ ബലൂൺ ടു ഗെറ്റ് വെറ്റ്. അപ്പൊ ഈ കുട്ടിക്ക് എന്താണ് ഈ ബലൂൺ നനയണമെന്ന് ആഗ്രഹമില്ല അല്ലെ, അവന് വേണ്ട ബലൂൺ നനയരുത്. ഹി സീസ് ആൻ ഓൾഡ് മാൻ വിത്ത് ആൻ ഓപ്പൺ അംബ്രല്ല ഹെൽഡ് അബോവ് ഹിസ് ഹെഡ്. അപ്പൊ എന്താക്കി അവൻ കണ്ടു അല്ലെ, ഓൾഡ് മാൻ എന്താക്കി ഒരു തുറന്ന അംബ്രല്ല എന്താക്കി അവന്റെ തലന്റെ മുകളിൽ വെച്ച് ഇങ്ങനെ പോകുന്നത് കണ്ടു അല്ലെ. ദ മാൻ അലൗസ് ദ ബോയ് ടു ഷെയർ ഹിസ് അംബ്രല്ല. ഈ ആ മാൻ എന്താക്കി ഈ അംബ്രല്ല ഷെയർ ചെയ്യാൻ, ഈ കുട്ടിയായിട്ട് അംബ്രല്ല ഷെയർ ചെയ്യാൻ അനുവാദം കൊടുത്തു. ദ അംബ്രല്ല ഈസ് ടു സ്മോൾ ടു ഷെൽട്ടർ ദ 3 ഓഫ് ദം. എന്താണ് അംബ്രല്ല എന്താ ചെറിയതാണ് അല്ലെ, 3 ആൾക്കാരെ അതിൽ കൊള്ളൂല. 3 ആൾക്കാരാരാ? ഒന്ന് ഈ ഓൾഡ് മാനും, രണ്ടാമത്തേത് ആരാണ് ആ കുട്ടിയും, മൂന്നാമത്തെ ബലൂൺ അല്ലെ. അപ്പൊ 3 ആൾക്കാരെ അതിൽ കൊള്ളൂല. സോ ദ ബോയ് മൂവ്സ് ഔട്ട് ഓഫ് ദ ഷെയ്ഡ് ഓഫ് ദ അംബ്രല്ല ആൻഡ് ഹോൾഡ്സ് ദ ബലൂൺ അണ്ടർ ഇറ്റ്. അപ്പൊ എന്താക്കി ആ കുട്ടി ആ അംബ്രല്ലേന്റെ അതിൽ നിന്ന് പോയി മാറി നിന്നിട്ട് അല്ലെ. എന്നിട്ട് എന്താക്കി ബലൂണിനെ അതിന്റെ അടിയിലാക്കി അല്ലെ. നൗ ദ ബോയ് ഗെറ്റ്സ് വെറ്റ് ബട്ട് ദ ബലൂൺ ഈസ് ഷെൽട്ടേഡ്. ഇപ്പൊ എന്താണ് ബോയ് ഒക്കെ നനഞ്ഞു കിടക്കുകയാണ് അല്ലെ, വെറ്റേറിയൻ നനഞ്ഞ് അല്ലെ. അപ്പൊ ബലൂണിന് ഷെൽട്ടർ കിട്ടി അല്ലെ, ബലൂണിന് നല്ല ഇത് കിട്ടി, പക്ഷെ ആ കുട്ടി ഇങ്ങനെ നനഞ്ഞോണ്ടിരിക്കുക അല്ലെ. ദേ വാക്ക് ഓൺ ടിൽ ദ ഓൾഡ് മാൻ റീച്ചസ് ഹിസ് ഡെസ്റ്റിനേഷൻ. അവരിങ്ങനെ നടക്കുകയാണ് അല്ലെ. ആ ഓൾഡ് മാൻ അയാളുടെ ആ ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നവരെ അവർ ഒരുമിച്ച് നടന്നു അല്ലെ. ഹി ഗോസ് ഇൻ ത്രൂ ആൻ ഓപ്പൺ ഡോർ. അപ്പൊ അയാൾ എന്താക്കി അയാളെ സ്ഥലത്തെത്തിയപ്പോ അയാൾ അവിടെ തുറന്നു നടന്ന വാതിലിലൂടെ അങ്ങോട്ട് കയറി. ദ ബോയ് ലുക്സ് ടു ദ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ഇൻ സെർച്ച് ഓഫ് സംവൺ എൽസ് വിത്ത് ആൻ അംബ്രല്ല. അപ്പൊ ബോയ് എന്താക്കി ലെഫ്റ്റിലും റൈറ്റിലൊക്കെ നോക്കിയില്ല, ആരെങ്കിലും അംബ്രല്ല ആയിട്ട് വരുന്നുണ്ടോ എന്ന് നോക്കി. നോക്കൂ ക്വസ്റ്റ്യൻ 10ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. ദ ബോയ് മൂവ്സ് ഔട്ട് ഓഫ് ദ ഷെയ്ഡ് ഓഫ് ദ അംബ്രല്ല ആൻഡ് ഹോൾഡ്സ് ദ ബലൂൺ അണ്ടർ ഇറ്റ്. ബോയ് എന്താക്കിയ അംബ്രല്ലാന്റെ ഷെയ്ഡിൽ നിന്ന് മാറി നിന്നിട്ട് എന്താക്കി ബലൂണിനെ അതിന്റെ അടിയിലേക്ക് ആക്കി പിടിച്ചു അല്ലെ. വൈ ഡസ് ദ ബോയ് ഡു സോ? എന്തുകൊണ്ടാണ് ആ കുട്ടി അങ്ങനെ ചെയ്തത്? കമന്റ് ഓൺ ഹിസ് ആറ്റിറ്റ്യൂഡ് ടുവാർഡ്സ് ദ ബലൂൺ. അവന്റെ ആ ബലൂണിനോടുള്ള ആറ്റിറ്റ്യൂഡ് എന്താന്നുള്ളത് നിങ്ങൾ കമന്റ് ചെയ്യാം കേട്ടോ. ദെൻ അടുത്ത സീൻ 5 ആണ് കേട്ടോ.
അനദർ സ്ട്രീറ്റ്, വേറൊരു സ്ട്രീറ്റ് ആണ് അല്ലേ. അവനങ്ങനെ മഴയിൽ എന്താണ് ആരെങ്കിലും അയാൾ പോയപ്പോ ഓൾഡ് മാൻ പോയപ്പോ എന്താക്കി ഇവന് വേറെ ആരെയും വരുന്നുണ്ടോ അങ്ങനെ നോക്കിയിരുന്നു അല്ലേ. ഇനി സീൻ 5 അവിടെ കാണിക്കുന്നു കേട്ടോ. അനദർ സ്ട്രീറ്റ്, വേറൊരു സ്ട്രീറ്റ് ആണ് കേട്ടോ. ഇറ്റ് ഈസ് സ്റ്റിൽ ഡ്രിസ്ലിംഗ്, ഇപ്പോഴും എന്താണ് ഈ ചാറ്റൽ മഴ ഉണ്ട് കേട്ടോ. ഇറ്റ് ഈസ് സ്റ്റിൽ ഡ്രിസ്ലിംഗ്, ഇപ്പോഴും എന്താണ് ചാറ്റൽ മഴ ഉണ്ട്. It is still drizzling. The boy is seen running after a woman who has an umbrella with her. അപ്പൊ ബോയ് എന്താക്കി, ബോയ് എന്താ ചെയ്തത്, അവന് ഓടില്ലേ ഒരു വുമന്റെ അടുത്തേക്ക്. അവരെ കയ്യിൽ എന്താ അംബർല ഉണ്ടായിരുന്നില്ലേ. അപ്പൊ അവരുടെ അടുത്തേക്ക് ഇവന് ഓടി. ഹി റീച്ചസ് ഹെർ, അവരെന്താക്കി അവരുടെ അടുത്തെത്തി അല്ലെ. ഹോൾഡ് ദ ബലൂൺ അണ്ടർ ഹെർ അംബർല, എന്താക്കി ഈ ബലൂൺ എന്താക്കി അവരുടെ അംബർലാന്റെ ചുവട്ടിലേക്ക് ഇങ്ങനെ വെച്ചില്ലേ. ആൻഡ് വാക്സ് വിത്ത് ഹെർ, അവരുടെ കൂടെ ഇങ്ങനെ നടന്നു. ദെൻ ദ ബോയ് വാക്സ് അപ്പ് ടു ടു നൺസ് വിത്ത് ദ അംബ്രലാസ്. പിന്നെ എന്താക്കി ആ വുമൺ പോയപ്പം എന്താക്കി ഈ ബോയ് എന്താക്കി രണ്ട് നൺസ് എന്ന് പറഞ്ഞാൽ എന്താ അറിയാലോ, കന്യാസ്ത്രീകൾ അല്ലെ. രണ്ട് നൺസിന്റെ കൂട്ടത്തിൽ എന്താക്കി അംബ്രലാന്റെ ഇതിൽ പോന്നു അല്ലെ, നടന്നു പോന്നു. None of them allow him to hold the balloon under her umbrella. അതിൽ ഒരാൾ എന്താക്കി അവന്റെ ആ ബലൂണിനെ അവരുടെ എന്താണ് അംബ്രലാന്റെ ചുവട്ടിൽ വെക്കാൻ അനുവദിച്ചു. ആഫ്റ്റർ ദാറ്റ് ദ ബോയ് ഈസ് സീൻ വാക്കിംഗ് വിത്ത് എ മാൻ അക്രോസ് എ ബ്രിഡ്ജ്. പിന്നെ അവർ കഴിഞ്ഞപ്പോ വുമൺ കഴിഞ്ഞു, പിന്നെ രണ്ട് നൺസ് കഴിഞ്ഞു. പിന്നെ എന്താണ് അതിന് ശേഷം എന്താണ് അവര് നൺസും അവരുടെ ലക്ഷ്യസ്ഥാനത്ത് എത്തിയപ്പോൾ അവർ പോയി അല്ലെ. പിന്നെ ഈ ബോയ് എന്താണ് നടക്കുകയാണ് അല്ലെ. അപ്പൊ എന്താണ് ആരെ കൂടുതൽ അപ്പൊ നടക്കുന്നത്, ഒരാള് ബ്രിഡ്ജ് അതായത് പാലം ക്രോസ് ചെയ്യുന്നുണ്ട് അല്ലെ. അപ്പൊ അയാളെ കൂടുതലാണ് നടക്കുന്നത് അല്ലെ. ഹോൾഡിംഗ് ദ ബലൂൺ അണ്ടർ ദ മാൻസ് അംബർല. അപ്പൊ എന്താണ് ഈ അംബർല എന്താണ് ഈ മാന്റെ അംബർലാന്റെ ചോട്ടില് ഈ ബലൂൺ പിടിച്ചുകൊണ്ടാണ് ഇപ്പം നടക്കുന്നത് അല്ലെ. നെക്സ്റ്റ് അത് കഴിഞ്ഞ ശേഷം അടുത്ത എന്താണ്, ദ ബോയ് വാച്ചസ് എസ് എ ഗ്രൂപ്പ് ഓഫ് മൗണ്ടഡ് സോൾജേഴ്സ് പാസ് ബൈ. അപ്പൊ അവനെ കണ്ട് എന്ത് കുറെ സോൾജേഴ്സ് കുതിരപ്പുറത്ത് വരുന്നത് കണ്ടില്ലേ. ദ ലാസ്റ്റ് സോൾജിയർ ഇൻ ദ ഗ്രൂപ്പ് ടേൺസ് ടു ലുക്ക് അറ്റ് ദ ബോയ് അമ്യൂസ്ഡ്. അപ്പൊ അതിലുള്ള ലാസ്റ്റ് സോൾജിയർ എന്താക്കി, ആ ഗ്രൂപ്പിലുള്ള ലാസ്റ്റ് സോൾജിയർ അവനങ്ങനെ നോക്കി അല്ലെ, അമ്യൂസ്ഡ്. ഹി സ്റ്റാൻഡ്സ് ബൈ ദ സൈഡ് വാൾ ഓഫ് ആൻ ഓവർ ബ്രിഡ്ജ് ആൻഡ് വാച്ചസ് ദ ട്രെയിൻ പാസിംഗ് അണ്ടർനീത്ത്. ദ ബോയ് ദെൻ റൺസ് അവേ ആൻഡ് ഡിസപ്പിയേഴ്സ്. പിന്നെ അയാൾ അവിടെ നിന്നില്ല സൈഡ് വാളിൽ അല്ലെ, ഓവർ ബ്രിഡ്ജിന്റെ സൈഡ് വാളിൽ നിന്നിട്ട് എന്താക്കി ട്രെയിൻ അതിന്റെ അടിയിൽ കൂടെ പാസ് ചെയ്യുന്നത് നോക്കിയത് അല്ലെ. ചൂടെ അതിലൂടെ അണ്ടർനീത്ത് പറഞ്ഞാൽ അതിന്റെ അടിയിൽ കൂടെ പാസ് ചെയ്യുന്നു, ട്രെയിൻ പാസ് ചെയ്ത് നോക്കിയത് അല്ലെ. ദ ബോയ് ദെൻ റൺസ് അവേ ആൻഡ് ഡിസപ്പിയേഴ്സ്. പിന്നെ എന്താക്കി ആ ബോയ് എന്താക്കി അവിടുന്ന് ഓടി, അവിടുന്ന് പിന്നെ അപ്രത്യക്ഷയായി അല്ലെ, അവിടുന്ന് കാണാതായി. നോക്കൂ 11th ക്വസ്റ്റ്യൻ. ഹൗ ഡു ദ പീപ്പിൾ ഇൻ ദ സ്ട്രീറ്റ് ഹെൽപ് ദ ബോയ് ടു പ്രൊട്ടക്ട് ദ ബലൂൺ ഫ്രം ദ റെയിൻ. എങ്ങനെയാണ് ആൾക്കാർ, സ്ട്രീറ്റിലുള്ള ആൾക്കാർ ആ ബോയിനെ ഹെൽപ്പ് ചെയ്തത്, ഈ മഴയിൽ നിന്ന് ബലൂണിനെ പ്രൊട്ടക്ട് ചെയ്യാൻ എങ്ങനെ ഹെൽപ്പ് ചെയ്തത് കേട്ടോ. വൈ ഡു യു തിങ്ക് ദ ലാസ്റ്റ് സോൾജിയേഴ്സ് ലുക്സ് അറ്റ് ദ ബോയ് അമ്യൂസ്ഡ്. എന്തുകൊണ്ടാണ് ആ ലാസ്റ്റ് സോൾജിയർ ഈ ബോയിനെ ഇങ്ങനെ നോക്കിയത്, ഭയങ്കര അമ്യൂസ്ഡോട് കൂടി എങ്ങനെയാണ് നോക്കിയത് എന്ന്. ഇനി അടുത്തത് നോക്കൂ, സീൻ 6 കേട്ടോ. എന്താണ് അനദർ പാർട്ട് ഓഫ് ദി സ്ട്രീറ്റ്. എന്താണ് അനദർ പാർട്ട് ഓഫ് ദി സ്ട്രീറ്റ് ആണ് കേട്ടോ ഇനിയുള്ളത്. വേറെ പാർട്ട്, സ്ട്രീറ്റിന്റെ വേറൊരു ഭാഗത്താണ് ഉള്ളത്. ഓക്കെ, എന്താണ് ഇവിടെ, ദ ബോയ് റീച്ചസ് ഹോം. ബോയ് ഇപ്പൊ എവിടെ എത്തി, അമ്യൂസ്ഡ് പറഞ്ഞാൽ സന്തോഷപൂർവ്വമായി നോക്കി എന്നാട്ടോ അത് പറയുന്നത്. ഓക്കെ, ഇവിടെ പറയുന്നുണ്ടല്ലോ അമ്യൂസ്ഡ്, ബോയ് അമ്യൂസ്ഡ് അല്ലെ. അപ്പൊ സന്തോഷപൂർവ്വമായി എങ്ങനെ നോക്കിയെന്നാണ്. ഓക്കെ, ദെൻ സീൻ 6 അനദർ പാർട്ട് ഓഫ് ദ സ്ട്രീറ്റ്. സ്ട്രീറ്റിന്റെ വേറൊരു ഭാഗമാണ് കേട്ടോ. ദ ബോയ് റീച്ചസ് ഹോം. അങ്ങനെ ബോയ് വീട്ടിലെത്തി അല്ലെ. ഹിസ് മദർ ഈസ് സീൻ വാച്ചിങ് ഹിം ഫ്രം ബിഹൈൻഡ് ദ ഗ്ലാസ് പെയിൻ ഓഫ് എ ഫ്രണ്ട് വിൻഡോ എബോവ്. എന്താണ് അപ്പൊ അവിടുന്ന് എന്താണ് ഈ അമ്മ ഫ്രഞ്ച് വിൻഡോ കേട്ടോ. ഫ്രഞ്ച് വിൻഡോ എന്ന് പറഞ്ഞാൽ എന്താണ്, അവന്റെ അമ്മ അല്ലെ, അവന്റെ അമ്മ എന്താണ് അവനങ്ങനെ നോക്കുകയാണ് അല്ലെ. എവിടുന്ന് ഈ ഗ്ലാസ് ഡോർ വിൻഡോ, ഫ്രഞ്ച് വിൻഡോന്റെ ഗ്ലാസിന്റെ ആ ബാക്കിൽ നിന്ന് ഇങ്ങനെ അവനെ നോക്കുകയാണ് അല്ലെ. എന്താ ഫ്രഞ്ച് വിൻഡോ എന്നുള്ള ഇവിടെ നോക്കിയ താഴെ എന്താണ്, എ വിൻഡോ വിച്ച് ഓൾസോ ഫങ്ഷൻസ് ആസ് എ ഡോർ. എന്താണ് ഈ ഡോർ ആയിട്ടും അതിന്റെ ഫങ്ഷൻസ് ഉപയോഗിക്കുക, അതായത് ഓപ്പൺ ആയി കിടക്കുന്ന ഇത് അല്ലെ. നോക്കൂ, ഓപ്പൺ ആയിക്കുന്ന ഇതാണ് അല്ലെ. അതാണ് ഫ്രഞ്ച് വിൻഡോ പറയുന്നത് കേട്ടോ. ഓക്കെ, ദെൻ അവരെന്താണ് ഈ വീടിന്റെ അവിടുന്ന് എന്താണ് വിൻഡോന്റെ അവിടുന്ന് ഇങ്ങനെ നോക്കുകയാണ് അല്ലെ, ഗ്ലാസ് കൂടെ നോക്കുകയാണ് അല്ലെ. ഷീ ഷേക്സ് ഹെർ ഹെഡ് ഇൻ ഡിസപ്രൂവൽ, ഡ്രോസ് ദ കർട്ടൻ ആൻഡ് ഡിസപ്പിയേഴ്സ്. അവരുടെ തല ഇങ്ങനെ കുലുക്കിയിട്ട് എന്താക്കി, അവർക്ക് ഇഷ്ടാകുന്നില്ല അല്ലെ. എന്നിട്ട് കർട്ടനൊക്കെ വലിച്ചിട്ട് അവിടുന്ന് മാറി അല്ലെ, ഡിസപ്രൂവൽ ചെയ്തു അല്ലെ അവരെ. ആഫ്റ്റർ സംടൈംസ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഷീ ഓപ്പൺസ് ദ വിൻഡോ, ത്രോസ് ഔട്ട് ദ ബലൂൺ ആൻഡ് ക്ലോസസ് ദ വിൻഡോ.
കുറച്ച് കഴിഞ്ഞപ്പോൾ എന്താക്കി അവര് വിൻഡോ തുറന്നിട്ട് എന്താക്കി ആ ബലൂൺ പുറത്തേക്ക് ഇട്ടിട്ട് വിൻഡോ അങ്ങോട്ട് ക്ലോസ് ചെയ്തു അല്ലെ. ദ ബലൂൺസ് ബോബ്സ് അപ്പ് ആൻഡ് ഡൗൺ. എന്താണ് ഈ ബലൂൺ എന്താക്കി മുകളിലും താഴത്തും ഇങ്ങനെ ഇതാക്കി അല്ലെ, പുറത്തേക്ക് ഇട്ടതാണല്ലോ. ബട്ട് ഡസ് നോട്ട് ഗോ അവേ, പക്ഷെ ഇങ്ങോട്ട് പോകുന്നില്ല. ഇറ്റ് ഹോവേഴ്സ് അറൌണ്ട് ദ വിൻഡോ ഓഫ് ദ ബോയ്സ് ഹോം. അതെന്താക്കി ഹോവേഴ്സ് എന്ന് പറഞ്ഞാൽ ചുറ്റിപ്പറ്റി നിൽക്കുക അല്ലെ. ഇത് എന്താണ് ആ ബോയിന്റെ വീടിന്റെ വിൻഡോന്റെ അവിടെ ഇങ്ങനെ ചുറ്റിപ്പറ്റിയിരുന്നു അല്ലെ. ദ ബോയ് ലുക്സ് ത്രൂ ദ ഗ്ലാസ് പെയിൻസ് ഓഫ് ദ വിൻഡോ അറ്റ് ദ ബലൂൺ. ബോയ് എന്താക്കി ആ ഗ്ലാസ് പെയിനിലൂടെ എന്താണ് വിൻഡോന്റെ ഗ്ലാസിലൂടെ എന്താക്കിയാണ് ആ ബലൂണിനെ എങ്ങനെ നോക്കിയിരുന്നു അല്ലെ. ഹി ഓപ്പൺസ് ദ വിൻഡോ. അവൻ എന്താണ് വിൻഡോ ഓപ്പൺ ചെയ്തിട്ട് വാക്സ് ഔട്ട് ഇൻ ദ ബാൽക്കണി. എന്താണ് ബാൽക്കണീന്റെ അങ്ങോട്ടേക്ക് നടന്നില്ലേ. ആൻഡ് ഗ്രാബ്സ് ദ സ്ട്രിങ് ഓഫ് ദ ബലൂൺ. എന്താണ് ആ ബലൂണിന്റെ സ്ട്രിങ് അങ്ങോട്ട് പിടിച്ചില്ലേ. ദെൻ ഹി ഗോസ് ഇൻ വിത്ത് ഇറ്റ് ആൻഡ് ക്ലോസസ് ദ വിൻഡോ. എന്നാ അവൻ എന്താക്കി അതും കൊണ്ട് അകത്തേക്ക് പോയിട്ട് എന്താക്കി വിൻഡോ ക്ലോസ് ചെയ്തു. ഓക്കെ. ദെൻ ഇവിടെ 13ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ദ ബോയ്സ് മദർ ഷേക്സ് ഹെർ ഹെഡ് ഡിസപ്രൂവൽ. വൈ? എന്താണ് ഈ ബോയിന്റെ അമ്മ എന്താക്കി അവരുടെ തല അങ്ങനെ കുനിക്കില്ലേ, ഡിസപ്രൂവൽ, ഭയങ്കര ഇഷ്ടമില്ലാത്ത രീതിയിൽ അങ്ങനെ തല കുനിക്കില്ലേ. എന്തുകൊണ്ടായിരിക്കും? അവർക്ക് ആ ബലൂൺ ഇഷ്ടമായില്ല അല്ലെ. വൈ ഡസ് ദ ബോയ്സ് മദർ ത്രോ ദ ബലൂൺ ഔട്ട്? എന്തുകൊണ്ടാണ് ഈ ബോയിന്റെ അമ്മ ആ ബലൂൺ പുറത്തേക്ക് കളഞ്ഞത്? എന്തുകൊണ്ടാണ്? അടുത്ത് വൈ ഡസ് ദ ബലൂൺ ഹോവർ അറൌണ്ട് ദ വിൻഡോ? എന്തുകൊണ്ടാണ് ആ ബലൂണ് ആ വിൻഡോന്റെ ചുറ്റിലും ഇങ്ങനെ ചുറ്റിപ്പറ്റി നിന്നത്? എന്തുകൊണ്ടായിരിക്കും? ദെൻ സീൻ 7 ദ സ്ട്രീറ്റ്. എന്താണ് സീൻ 7 ആണ് കേട്ടോ, സ്ട്രീറ്റ് ആണ് അല്ലെ. The next morning, എന്താണ് അടുത്ത ദിവസം അല്ലെ. A shopkeeper opening the shutter of his shop, a postman delivering mail to a woman on a balcony, and a hawker selling his wares in the street are seen. അല്ലെ. എന്താണ് a row of cars is seen parked on the street. എന്താണ് സീന് 7 കാണിക്കുന്നത് എന്താണ് അടുത്ത ദിവസമാണ് അല്ലെ. ഒരു ഷോപ്പ് കീപ്പർ എന്താണ് അയാളുടെ ഷോപ്പിന്റെ ഷട്ടർ ഓപ്പൺ ചെയ്തു. പിന്നെ ഒരു പോസ്റ്റ്മാൻ എന്താണ് അയാളെ മെയിൽ ഒരു കത്ത് എന്താക്കുക ഒരു വുമണിന് കൊടുത്തു അല്ലെ, ബാൽക്കണിയിലുള്ള വുമണിന് കൊടുത്തു. പിന്നെന്താണ് ഹോക്കർ എന്ന് പറഞ്ഞാൽ എന്താണ് തെരുവ് കച്ചവടക്കാരെന്താണ് അവരുടെ സാധനങ്ങളൊക്കെ എന്താണ് വിൽക്കുകയാണ് അല്ലെ, സ്ട്രീറ്റില് ഒക്കെയാണ് കാണുന്നത്. പിന്നെന്താണ് എ റോ ഓഫ് കാർസ് ഈസ് പാർക്ക് ഇൻ ദ സ്ട്രീറ്റ്. സ്ട്രീറ്റിൽ എന്താണ് കുറെ കാറുകൾ പാർക്ക് ചെയ്തിട്ടുണ്ട്. ദെൻ നിർത്തിയിട്ടിട്ടുണ്ട് അല്ലെ. ദെൻ സീൻ 8 ആണ് ഇനി അടുത്ത് കാണിക്കുന്നത് കേട്ടോ. ദ സ്ട്രീറ്റ് ബിഫോർ ദ ബോയ്സ് ഹൗസ് ദ നെക്സ്റ്റ് മോർണിംഗ്. ഇനി എന്താണ് ഈ ബോയിന്റെ വീടിന്റെ മുന്നിലുള്ള സ്ട്രീറ്റാ കാണിക്കുന്നത് അടുത്ത ദിവസം രാവിലെ. ദ ബോയ് ഓപ്പൺസ് ദ വിൻഡോ ഓഫ് ഹിസ് ഹൗസ്. ബോയ് എന്താക്കി അവന്റെ വീടിന്റെ വിൻഡോ തുറന്നു. ആൻഡ് റിലീസ് ദ ബലൂൺ ഇൻ ടു ദ എയർ. എന്നിട്ട് എന്താക്കി ആ ബലൂണിനെ എയറിലേക്ക് അങ്ങോട്ട് റിലീസ് ചെയ്തു, അങ്ങോട്ട് വിട്ടു അല്ലെ. ദ ബോയ് അപ്പൊ ബോയ് പറയാണ് ബലൂൺ യു മസ്റ്റ് ഒബേ മീ ആൻഡ് ബി ഗുഡ്. നീ എന്നെ അനുസരിക്കണം, നല്ല കുട്ടിയാവണം എന്ന് പറഞ്ഞു അല്ലെ. ഹി പോയിന്റ്സ് ഹിസ് ഫിംഗർ അറ്റ് ദ ബലൂൺ in a warning gesture and closes the window. എന്നിട്ട് എന്താക്കി അവന് ഫിംഗറിൽ ഇങ്ങനെ ചൂണ്ടി കാണിച്ചിട്ടാ ബലൂണിനെ നോക്കിയിട്ട് ചൂണ്ടി കാണിച്ചിട്ടാ പറഞ്ഞത് അല്ലെ, വാണിങ്ങോട് കൂടി അല്ലെ. എന്നിട്ട് എന്താക്കി വിൻഡോ ക്ലോസ് ചെയ്തു. ദെൻ ദ ബോയ് കംസ് ഔട്ട്. പിന്നെ ബോയ് പുറത്തേക്ക് വരിക. ഹി ഈസ് ഓൺ ഹിസ് വേ ടു സ്കൂൾ. അവന്റെ സ്കൂളിൽ പോകുന്ന വഴിയാ. ഹി ലുക്സ് അപ്പ് അറ്റ് ദ ബലൂൺ. അവരെന്താക്കി ബലൂണിനെ നോക്കി അല്ലെ. ഹോവറിംഗ് അബവ്, അതിനെ ചുറ്റിപ്പറ്റി മുകളിൽ ഇങ്ങനെ ചുറ്റിപ്പറ്റി നിൽക്കുകയാണ് അല്ലെ. ദ ബോയ് അപ്പൊ ബോയ് പറയാണ് ബലൂൺ ബലൂൺ കം ഡൗൺ, താഴോട്ട് പോകാന്ന് പറഞ്ഞു അല്ലെ. The balloon floats down to the boy gently. അപ്പൊ ബലൂൺ എന്താക്കി താഴോട്ടേക്ക് വന്നില്ല, മെല്ലെ താഴോട്ട് വന്നു. When the boy raises his hand to catch hold of the string. അപ്പൊ ബോയ് എന്താക്കി കൈ എന്താണ് ഹാൻഡ് ഇങ്ങനെ ഉയർത്തിയിട്ട് ആ സ്ട്രിങ് അതിന്റെ ആ കയറ് ബലൂണിന്റെ കയറ് കണ്ടി പിടിച്ചു അല്ലെ. The balloon playfully evades him. എന്താണ് ഈ ബലൂൺ എന്താക്കി തന്ത്രപൂർവ്വം അങ്ങോട്ട് മാറിയില്ലേ. അങ്ങനെ പിടിക്കാൻ പിടിച്ചപ്പോ എന്താക്കി അവന് തന്ത്രപൂർവ്വം അങ്ങോട്ട് മാറി. ഹി ഫൈനലി ലീവ്സ് ദ ബലൂൺ ആൻഡ് സ്റ്റാർട്ട്സ് വാക്കിംഗ് അലോൺ ദ പേയ്മെന്റ്. ലാസ്റ്റ് എന്താക്കി അവന് ബലൂണിനാണ്ട് ഒഴിവാക്കിയിട്ട് അവരെന്താക്കി പേയ്മെന്റിലൂടെ നടന്നു, നടപ്പാതയിലൂടെ അങ്ങനെ നടക്കാൻ തുടങ്ങി. ദ ബലൂൺ ഫോളോസ് ഹിം. ബലൂൺ എന്താക്കി അവനെ ഫോളോ ചെയ്തു അല്ലെ. ഓൾവേസ് കീപ്പിംഗ് ഇറ്റ് സെൽഫ് ഔട്ട് ഓഫ് ദ ബോയ്സ് റീച്ച്. എന്താണ് എപ്പോഴും എന്താണ് ആ ബോയിന്റെ അടുത്തെത്താൻ തന്നെ അവന് ആ ബലൂൺ ശ്രമിച്ചു അല്ലെ. ദ ബോയ് കംസ് ഡൗൺ എ ഫ്ലൈറ്റ് ഓഫ് സ്റ്റെപ്സ്. എന്താണ് ബോയ് ഇങ്ങനെ വരികയാണ് അല്ലെ, സ്റ്റെപ്പുകൾ ഇങ്ങനെ ഇറങ്ങി വരികയാണ് അല്ലെ. ഞാൻ പറഞ്ഞത് സ്റ്റെപ്പിന്റെ കൂട്ടത്തെയാണ് ഫ്ലൈറ്റ് ഓഫ് സ്റ്റെപ്സ് എന്ന് പറയുക. ഓക്കെ, അപ്പൊ സ്റ്റെപ്പുകൾ ഇങ്ങനെ ഇറങ്ങി വരികയാണ്. ദർ ഈസ് എ ബ്ലാക്ക് ഡോഗ് അറ്റ് ദ ബോട്ടം ഓഫ് ദ സ്റ്റെപ്സ്. അപ്പൊ അവിടെ എന്തുണ്ട്, ഒരു ബ്ലാക്ക് ഡോഗ് ഉണ്ട് അല്ലെ, സ്റ്റെപ്പിന് താഴെയായിട്ട് എന്തുണ്ട്, ഒരു ബ്ലാക്ക് കറുത്ത ഡോഗ് ഉണ്ട്. വിച്ച് സ്റ്റാർട്ട്സ് ബാർക്കിംഗ് ആസ് ഇറ്റ് സീസ് ദ ബലൂൺ ഫോളോയിങ് ദ ബോയ്. അപ്പൊ അതെന്താക്കി ഈ ബലൂൺ ഈ ബോയിനെ ഫോളോ ചെയ്യുന്നത് കണ്ടിട്ട് അത് കുരയ്ക്കാൻ തുടങ്ങി. ബാർക്കിംഗ് എന്ന് പറഞ്ഞാൽ കുരയ്ക്കുക അല്ലെ, നായ കുരയ്ക്കൂലേ, അതിനാണ് ബാർക്ക് എന്ന് പറയാ കേട്ടോ. ദ ഡോഗ് ലീപ്സ് അപ്പ് ആൻഡ് ട്രൈസ് ടു ക്യാച്ച് ഇറ്റ്. ഡോഗ് എന്താക്കി ആ
ഇതിനെ പിടിക്കാൻ ശ്രമിച്ചു അല്ലെ, ആ ബലൂണിനെ പിടിക്കാൻ ശ്രമിച്ചു. ദ ബലൂൺ ജസ്റ്റ് മാനേജസ് ടു എസ്കേപ്പ്, ബലൂൺ എന്താക്കി രക്ഷപ്പെട്ടു, ജസ്റ്റ് എന്താക്കി രക്ഷപ്പെട്ടു. ഓക്കെ, ദ സ്ക്രീൻ പ്ലേ റീകൺസ്ട്രക്റ്റഡ് ബൈ ഡോക്ടർ KM ഷെരീഫാണ് ഇത് റീകൺസ്ട്രക്ട് ചെയ്തത് കേട്ടോ. ഓക്കെ, അപ്പൊ ഇതാണ് സ്റ്റോറി. അപ്പൊ ഈ ക്വസ്റ്റ്യൻ നോക്കിയാൽ, വൈ ഡസ് ദ ബോയ് ലീവ് ദ ബലൂൺ ആൻഡ് സ്റ്റാർട്ട് വാക്കിംഗ് അലോങ് ദ പേയ്മെന്റ്, എന്തുകൊണ്ടാണ് ആ കുട്ടി ഈ ബലൂണ് ഒഴിവാക്കിയത്, പിന്നെ എന്താണ് പേയ്മെന്റിലൂടെ നടക്കാൻ തുടങ്ങിയ എന്തുകൊണ്ടാണെന്നാ ചോദിച്ചത്. ഡു യു തിങ്ക് ദ ഡോഗ് വിൽ അറ്റാക്ക് ദ ബോയ്, നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഡോഗ് ഈ ബോയിനെ എന്തെങ്കിലും ഉപദ്രവിക്കുന്നു നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? മൂവി ടൈം. നൗ ലെറ്റ്സ് വാച്ച് ദ മൂവി റെഡ് ബലൂൺ ആൻഡ് നോ മോർ അബൌട്ട് ദ ലോൺലി ബോയ്. എന്താണ് ഈ റെഡ് ബലൂൺ എന്ന് പറഞ്ഞ മൂവി കാണാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. യുവർ ടീച്ചർ വിൽ ഹെൽപ്പ് യു വാച്ച് ദ വിഷ്വലൈസേഷൻ ഓഫ് ദ സ്റ്റോറി, നിങ്ങൾ ടീച്ചർ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, ദെൻ ആൽബർട്ട് ലമോറിസി എന്ന് പറഞ്ഞ ആളാണ് ഇത് എഴുതിയിരിക്കുന്നത്. 1922 to 1950 അല്ലെ. വാസ് എ ഫ്രഞ്ച് ഫിലിം മേക്കർ ആണ് ഇവര്, പ്രൊഡ്യൂസർ ആൻഡ് റൈറ്റർ അല്ലെ, ഫിലിം മേക്കറും ആണ് പ്രൊഡ്യൂസറും റൈറ്ററും ആണ് ഫ്രഞ്ച്. ഹി ഫസ്റ്റ് കെയിം ഇൻ ടു പ്രൊമിനൻസ് ഫോർ ഡയറക്ടിങ് ആൻഡ് പ്രൊഡ്യൂസിംഗ് ദ അവാർഡ് വിന്നിംഗ് ഷോർട്ട് ഫിലിം വൈറ്റ് മെയിൻ 1953. ഹിസ് ഇമ്പോർട്ടന്റ് വർക്ക്സ് ഇൻക്ലൂഡ് ദ റെഡ് ബലൂൺ, സ്റ്റോ അവേ ഇൻ ദ സ്കൈ ആൻഡ് സർക്കസ് ഏഞ്ചൽ, ഇയാളുടെ വർക്കുകളാണ് ഇതൊക്കെ. ഹി വൺ ദ ഓസ്കാർ അവാർഡ് ഫോർ ദ ബെസ്റ്റ് ഒറിജിനൽ സ്ക്രീൻ പ്ലേ ഇൻ 1956. 1956 അദ്ദേഹത്തിന് ഓസ്കാർ അവാർഡ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ആഫ്റ്റർ ഹിസ് ഡെത്ത് അല്ലേ. നോക്കൂ, ലെറ്റ്സ് റിഫ്ലക്ട്. Now you are familiar with the character in the screenplay, the boy and the balloon. Among these characters, who do you like the most? Why? ഇപ്പൊ നിങ്ങൾ എന്താണ് ഈ ബോയ് ആൻഡ് ദ ബലൂൺ എന്ന് പറഞ്ഞ ചാപ്റ്ററിലുള്ള സ്ക്രീൻ പ്ലേയിൽ എന്താണ് നിങ്ങൾ ഒരുപാട് ക്യാരക്ടേഴ്സിനെ നിങ്ങൾക്ക് അറിയാം അല്ലെ. ഈ ക്യാരക്ടേഴ്സിൽ നിങ്ങൾക്ക് ആരെ കൂടുതൽ ഇഷ്ടപ്പെട്ടത്, എന്തുകൊണ്ടാണ് ഇഷ്ടപ്പെട്ടത്? ഓക്കെ, ഒരുപാട് ആ ബോയ് ഉണ്ട്, പിന്നെ ആ നൺസ് ഉണ്ട്, പിന്നെ കൊടയിൽ കയറ്റിയ ആ വുമണ്, ഓൾഡ് മാന്, കുറെ ആൾക്കാരുണ്ടല്ലോ, കണ്ടക്ടർ അല്ലെ. അതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് നിങ്ങൾക്ക് ആരാണ്, അവരെഴുതി എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് അതും എഴുതാനാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ദെൻ ബി, ദ ബലൂൺ ഷോസ് സർട്ടൻ ഹ്യൂമൻ ക്യാരക്ടേഴ്സ് ഇൻ സം ഓഫ് ദ സീൻസ്, ഫൈൻഡ് ദം ഔട്ട്. ഈ ബലൂൺ കാണിക്കുന്നുണ്ട് അല്ലെ ഹ്യൂമൻ ക്യാരക്ടറിസ്റ്റിക് അല്ലെ, ഇങ്ങോട്ട് പോകാന്ന് പറയുമ്പോൾ അങ്ങോട്ട് വരുന്നുണ്ട്, അങ്ങോട്ട് പറയുമ്പോൾ അങ്ങോട്ട് പോവുക, പിന്നെ ഇവരിൽ നിന്ന് രക്ഷപ്പെടുക, പിന്നെ ഡോഗിൽ നിന്ന് രക്ഷപ്പെടുക, അതൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഇവിടെ എഴുതുക കേട്ടോ. ദെൻ what do you think about attitude of the boy's mother towards the balloon? ഇനി ഈ അമ്മക്ക് ഈ ബലൂണിനോടുള്ള ഈ കുട്ടീന്റെ അമ്മയ്ക്ക് ഈ ബലൂണിനോടുള്ള ഈ ആറ്റിറ്റ്യൂഡിനെ കുറിച്ച് നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? അടുത്തത്, you may have noticed that while going to school and on returning home the boy feels lonely. നിങ്ങൾ കണ്ടത് ഈ സ്കൂളിൽ പോകുമ്പോൾ സ്കൂളിൽ നിന്ന് തിരിച്ചു വരുമ്പോ എന്താണ് ഈ കുട്ടി ഒറ്റക്കാണ് അല്ലേ. വാട്ട് മേ ബി ദി റീസൺ ഫോർ ദിസ്, ഇതിനുള്ള കാരണം എന്തായിരിക്കും? ഡു യു ഗോ ടു സ്കൂൾ അലോൺ, നിങ്ങൾ സ്കൂളിൽ ഒറ്റയ്ക്ക് പോകാറുണ്ടോ? കമ്പയർ യുവർ എക്സ്പീരിയൻസ് വിത്ത് ദാറ്റ് ഓഫ് ദ ബോയ്, ആ കുട്ടീനെ ആയിട്ട് എന്താ കമ്പയർ ചെയ്യാം. ഓക്കെ, സജസ്റ്റ് സൂട്ടബിൾ ടൈറ്റിൽ ഫോർ ഈച്ച് സീൻ ഓഫ് ദ സ്ക്രീൻ പ്ലേ. എന്താണ് ഓരോ കുറേ സ്ക്രീൻ എന്താണ് സീൻ വന്നിട്ടുണ്ടല്ലോ, ഓരോ സീനും എന്താണ് നിങ്ങൾ ഓരോ ടൈറ്റിൽ കൊടുക്കുക കേട്ടോ. ഓരോ സീനിനും നിങ്ങൾ എന്താക്കുക, ഓരോ ടൈറ്റിൽ കൊടുക്കുക. ഓക്കെ, ദെൻ അടുത്തത് അതായത് സീൻ 1, സീൻ 2, സീൻ 3 എന്നൊക്കെ അറിയില്ല. അപ്പൊ സീൻ 1ന് നിങ്ങൾക്ക് എന്താക്കുക, ഒരു ടൈറ്റിൽ കൊടുക്കുക. പിന്നെ സീൻ 2ന് വേറൊരു ടൈറ്റിൽ കൊടുക്കുക. അങ്ങനെ ഓരോ ടൈറ്റിൽ നിങ്ങളെ ഇഷ്ടത്തിനൊന്ന് കൊടുക്കുക കേട്ടോ, അതിനനുസരിച്ചിട്ടുള്ള. ഓക്കെ, സം ഓഫ് ദ ക്യാരക്ടേഴ്സ് ഫേവർ ദ ബലൂൺ ആൻഡ് ദ ബോയ് ബട്ട് സം അതേഴ്സ് ഡു നോട്ട്. ഫൈൻഡ് ദം ഔട്ട് ആൻഡ് റൈറ്റ് ഇൻ ദ ഫോളോയിങ് ടേബിൾ. നോക്ക്, ചില ക്യാരക്ടേഴ്സ് ബലൂണിനോട് എന്താണ് നല്ല ഇഷ്ടം തോന്നി അല്ലെ, ബലൂണിനോടും ബോയിനോടും, പക്ഷെ ചിലർക്ക് ഇഷ്ടപ്പെട്ടില്ല. അത് ആരൊക്കെയാന്നുള്ളത് നിങ്ങൾ ഇവിടെ എഴുതുക. ദസ് ഹു ഫേവർ, ഇഷ്ടപ്പെട്ട ആൾക്കാർ ആരൊക്കെയാന്നുള്ളത് ഇവിടെ എഴുതുക. ദോസ് ഹു ഡു നോട്ട്, ഇഷ്ടപ്പെടാത്ത ആൾക്കാർ ആരൊക്കെയാന്നുള്ളത് ഇവിടെ എഴുതുക. അപ്പൊ ഇഷ്ടപ്പെട്ട ആൾക്കാർ ആരൊക്കെയാണ് മക്കളെ? സ്വീപ്പറിന് ഇഷ്ടമായി അല്ലെ, പിന്നെ ആൻ ഓൾഡ് മാൻ ഇഷ്ടമായി, പിന്നെ വുമണ് അല്ലെ കൊടയിൽ കയറ്റിയ, എ നൺസ് ടു, പിന്നെ എ മാൻ ക്രോസിംഗ് ദ ബ്രിഡ്ജ് അല്ലെ, ബ്രിഡ്ജ് ക്രോസ് ചെയ്യുമ്പോഴുള്ള ആ മാനും ഇഷ്ടമായി അല്ലെ. ഇനി ഇഷ്ടപ്പെടാത്ത ആൾക്കാർ ആരൊക്കെയാ? കണ്ടക്ടർ അല്ലെ, പിന്നെ ടീച്ചർ, പിന്നെ മദർ, പിന്നെ ഡോഗ് അല്ലെ, അവർക്കൊക്കെയാണ് ഇഷ്ടപ്പെടാത്തത് അല്ലെ. അത് നിങ്ങൾ എഴുതുക കേട്ടോ. ഓക്കെ, അപ്പം നിങ്ങൾ എന്താക്കുക, ഇത് നന്നായി എന്താക്കുക വായിക്കുക കേട്ടോ, നന്നായി വായിച്ച് മനസ്സിലാക്കുക. ഇത് നോക്കൂ, ഈ കോൺവെർസേഷൻ കൂടി നോക്കുക. ദ മദർ ഡസ് നോട്ട് അലോ ദ ബോയ് ടു കീപ് ദ ബലൂൺ ഇൻസൈഡ് ദ ഹൗസ്. ഷീ ടേക്സ് ദ ബലൂൺ ആൻഡ് ത്രോസ് ഇറ്റ് ഔട്ട്. ദ ബോയ് മൈറ്റ് ഹാവ് പ്രൊട്ടസ്റ്റഡ്. ദ ഫോളോയിങ് ഈസ് ദ ലൈക്ലി കോൺവെർസേഷൻ ബിറ്റ്വീൻ ദം. കംപ്ലീറ്റ് ഇറ്റ്. എന്താണ് അമ്മക്ക് എന്താക്കുക,
ബോയിനെ ബലൂണിനെ ഉള്ളോട്ട് കയറ്റാൻ അലൗ ചെയ്തില്ല അല്ലെ, അനുവദിച്ചില്ല. അവരെന്താക്കി ആ ബലൂണിനെ പുറത്തേക്ക് ഇട്ടു അല്ലെ. ദ ബോയ്സ് മൈറ്റ് ഹാവ് പ്രൊട്ടസ്റ്റഡ്, ബോയ് എന്താക്കി അതിനെ എതിർത്തിട്ടുണ്ട് അല്ലെ. ഫോളോയിങ് ഇസ് ദ ലൈക്ലി കോൺവെർസേഷൻ ബിറ്റ്വീൻ ദം, അപ്പൊ അമ്മയും മോനുള്ള കോൺവെർസേഷൻ ആയിരിക്കും താഴെ തന്നിരിക്കുന്നത്, അത് കംപ്ലീറ്റ് ചെയ്യാനാ പറയാ. അപ്പൊ മദർ പറയാണ് where did you get this balloon from, ഇത് എവിടെ നമുക്ക് കിട്ടിയെന്ന് ചോദിച്ചു അല്ലെ. അപ്പൊ ബോയ് I got it from the street, എനിക്ക് സ്ട്രീറ്റിൽ നിന്ന് കിട്ടി അല്ലെ. അപ്പൊ മദർ എന്തേക്കും ചോദിച്ചിട്ടുണ്ടാവുക, ബോയ് എന്തേക്കും ചോദിച്ചിട്ടുണ്ടാവുക, അതാണ് നിങ്ങൾ ഇവിടെ എഴുതേണ്ടത് കേട്ടോ. ഓക്കെ, അപ്പം ഇതുവരെയാണ് ടീച്ചർ എടുക്കുന്നത്. അടുത്ത ഭാഗം ടീച്ചർ അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്യാം കേട്ടോ. ഓക്കെ, താങ്ക് യു.